സമയത്ത് ആണവ ആക്രമണത്തിൽ മുച്ചൂടും മുടിഞ്ഞുപോയ ഒരു രാജ്യം ചൈനയുടെ പേടി സ്വപ്നം. അവർ ഇപ്പോൾ ചൈനയ്ക്കെതിരെ ആണവ ആക്രമണത്തിന് ആണവ ബോംബുകൾ ഉണ്ടാക്കുകയാണോ? ചൈന നെട്ടോട്ടമോടുകയാണ്. ചൈന കൂടും കുടുക്കയും എടുത്ത് UN ഐക്യരാഷ്ട്രസഭയിലേക്ക് വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവ ആക്രമണങ്ങളുടെ ഭീകരത അനുഭവിച്ച ജപ്പാനാണ് ഇപ്പോൾ ആണവായുധങ്ങൾ സ്വയം വികസിപ്പിക്കുന്നുവെന്ന് ചൈന പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം അടുത്തിടെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ജപ്പാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങുകയാണെന്നും ഇത് യഥാസമയം നിർത്തിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആണവ പരീക്ഷണം നടത്താമെന്നും ചൈന ഐക്യരാഷ്ട്രസഭയിൽ ഔദ്യോഗികമായി അവകാശപ്പെടുകയാണ്. ആ ആണവായുധങ്ങൾ ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മെയ് മാസത്തിൽ ചൈന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗുരുതരമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജപ്പാനെതിരെ ഒരു മുന്നണി തുറന്നിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജപ്പാന് 5500 ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്നതിനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും പുനഃസംസ്കരണ സൗകര്യങ്ങളും ജപ്പാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചൈന അവതരിപ്പിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2024 അവസാനിച്ചതോടെ ജപ്പാനിൽ 44.4 ടൺ വേർതിരിച്ച പ്ലൂട്ടോണിയം ഉണ്ടായിരുന്നു. ഏകദേശം 5500 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഈ തുക മതിയെന്ന് ചൈന അവകാശപ്പെടുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആണവ സ്ഫോടനം നടത്താനുള്ള സാങ്കേതിക ശേഷി ഇപ്പോൾ ജപ്പാനുണ്ട് എന്നും ചൈന ഇപ്പോൾ ആവലാതിപ്പെടുന്നുണ്ട്. ജപ്പാന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ നയങ്ങളാണ് ചൈനയുടെ ആശങ്കകൾക്ക് പ്രധാനപ്പെട്ട കാരണം. ദേശീയ സുരക്ഷാ തന്ത്രം പരിഷ്കരിക്കുന്നതിനായി ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചി അടുത്തിടെ 15-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ച ജപ്പാന്റെ ആണവായുധമില്ലാത്ത 3 തത്വങ്ങളിൽ ഉൽപ്പാദിപ്പിക്കരുത്, വിന്യസിക്കരുത്, വയ്ക്കരുത് എന്നുള്ള ആ 3 തത്വങ്ങളിൽ മാറ്റങ്ങൾക്ക് മുമ്പ് വാദിച്ച ഉദ്യോഗസ്ഥരിൽ പാനൽ ഉൾപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടും ജപ്പാൻ തങ്ങളുടെ നിലപാട് അംഗീകരിക്കാൻ തയ്യാറായില്ല. സമാധാനവാദ ഭരണഘടനയിൽ മാറ്റം വരുത്തി ഒരു ആണവ ശക്തിയായി മാറാൻ ജപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത് അന്താരാഷ്ട്ര സമാധാനത്തിന് വിനാശകരമാണെന്ന് തെളിയിക്കുമെന്ന് ചൈനയുടെ ആയുധ നിയന്ത്രണ വിഭാഗം മേധാവി സൺ സിയാവോബോ ആരോപിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.